പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം യോഗ വിഷയമാകുന്നു. കല്യാണവർമാവിൻ്റെ സാരാവലിയിലെ 17-ാം അധ്യായത്തിലെ ചതുർഗ്രഹ യോഗ നിരൂപണമാണ് നാം ഇവിടെ നിർവഹിക്കുന്നത്. ചന്ദ്രനും ചൊവ്വയും വ്യാഴവും ശുക്രനും ഒന്നിച്ച് നിന്നാലുള്ള യോഗമാണ്. ഇവിടെ 3 ശുഭഗ്രഹങ്ങളാണ്: ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ. പാപഗ്രഹമായി നിൽക്കുന്നത് ചൊവ്വയുമാണ്. 3 ശുഭഗ്രഹങ്ങളും ഒരു പാപഗ്രഹങ്ങളുമുള്ള പ്രസ്തുത യോഗ ശ്ലോകം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. വികലായുഹു സകളത്ര സകലസഹ അതീവ മാനസംയുക്ത പ്രാജ്ഞോ ബഹുമിത്രസുഖ ശശികുജ ഗുരു ഭാർഗവേ സഹിത. ഇവിടെ ശശികുജ ഗുരു ഭാർഗവേഹി, ചന്ദ്രൻ, ചൊവ്വ, ഗുരു വ്യാഴം, ഭാർഗവ ഭൃഗോഹോ അപത്യം പുമാൻ ഭാർഗവ ശുക്രൻ ഏദേഹി സഹിതേഹി. ഇവരോടുകൂടിയ ചതുർഗ്രഹ യോഗത്തോടുകൂടിയ ഒരു വ്യക്തി ആരായിത്തീരുന്നു? വികലായുഹു. അദ്ദേഹത്തിന് ആയുസ്സിന് വൈകല്യങ്ങൾ ഉണ്ടാകാം, ആയുസ് കുറവായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ആയുസ് ശരീരമെന്ന അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ അംഗവൈകല്യമുള്ള വ്യക്തിയായിരിക്കാമെന്ന് സാരം. പിന്നീട് അദ്ദേഹം സുകളത്ര, നല്ല ഭാര്യയോടുകൂടി ജീവിക്കുന്നവനും, സകല സഹ, എല്ലാം സഹിക്കുന്ന ആളാണ്, സർവം സഹനാണ്, ഏത് ക്ലേശങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ആ കഴിവ് ഉള്ള വ്യക്തിയാണ് എന്നർത്ഥം. അതീവ മാനസംയുക്ത, അങ്ങേയറ്റം അഭിമാനിയായിരിക്കും. അദ്ദേഹം തൻ്റെ അഭിമാനം പണയം വെക്കില്ല എന്നർത്ഥം. പ്രാജ്ഞനാണ് അദ്ദേഹം, പ്രജ്ഞ ഉള്ള ആളാണ്, പണ്ഡിതനാണ്. ബഹുമിത്ര സുഖ, അദ്ദേഹം ധാരാളം സുഹൃത്തുക്കളുടെ സുഖത്തെ അനുഭവിക്കുന്ന വ്യക്തിയുമാകുന്നു. സൗഹൃദത്തിന് വളരെയധികം മാനങ്ങൾ കൽപ്പിക്കുക, അതിലൂടെ നല്ല സുഖം, മാനസികമായ സ്വസ്ഥത സുഖം അനുഭവിക്കുന്ന വ്യക്തിയുമാകുന്നു ഈ ചതുർഗ്രഹ യോഗത്തിൽ ജനിച്ച വ്യക്തി എന്ന് സാരം. നമസ്തേ.